നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിതയുടെ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. വാദത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുപോകുന്നതിൽ എതിർപ്പില്ല എന്ന് അതിജീവിത വ്യക്തമാക്കിയിരുന്നു. കേസിൽ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. അതിജീവിതയുടെ ആവശ്യം അത് പരിഗണിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? വിവരങ്ങൾ. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് കേസ് പരിഗണിക്കുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിൽ കഴിഞ്ഞ നാളിത്രയും ഈ അടച്ചിട്ട കോടതി മുറിയിൽ വിചാരണ നടപടികളുമായിട്ടടക്കം മുന്നോട്ട് പോവുകയായിരുന്നു. കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു അന്തിമ വാദത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിനുശേഷം അതിൻ്റെ വിധി പറയുന്ന കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കോടതി കടക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ രണ്ടു പേരുടെയും, അതായത് വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും എല്ലാം തന്നെയും അവസാന വാദഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് അതിജീവിത ഇങ്ങനെ ഒരു ആവശ്യവുമായി കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനമായും തന്നെ പറയുന്നത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും തന്നെ അറിയണം. ഇത്തരം കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെയും തനിക്കെതിരെയും പല കോണിൽ നിന്ന് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വരുന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെതിരെയും അവർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി മുറികളിൽ നടക്കുന്നു. കോടതിയിൽ എന്ത് നടക്കുന്നു എന്നത് എല്ലാവരും തന്നെ അറിയട്ടെ എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും അതിൻ്റെ വസ്തുതകൾ, യഥാർത്ഥ വസ്തുതകൾ, അവിടെ എന്താണ് തനിക്ക് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത് തുറന്ന കോടതിയിലാവണം അത്തരം കാര്യങ്ങൾ നടക്കേണ്ടത്. അതെല്ലാവർക്കും തന്നെ അത് സ്വീകാര്യമാകണം. അതിൽ മാധ്യമങ്ങൾ അറിയണം. എല്ലാവരിലേക്കും ഇത്തരം കാര്യങ്ങൾ എത്തണമെന്നത് തന്നെയാണ് അവർ അതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് അത് വീണ്ടും പരിഗണിക്കണം. കഴിഞ്ഞ തവണയാണ് ഹർജി ഇങ്ങനെ ഒരു ആവശ്യം കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. പക്ഷേ കോടതി അത് സ്വാഭാവികമായും പരിഗണിക്കും. പക്ഷേ കോടതിക്ക് നിലവിലുള്ള ഈ മേൽക്കോടതികളുടെ അടക്കമുള്ള നിയന്ത്രണങ്ങളും മേൽക്കോടതിയുടെ നിർദ്ദേശങ്ങളും അനുസരിച്ച് മാത്രമേ ഇത് പരിഗണിക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇത്തരം കേസുകളിൽ അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതി അടക്കം വളരെ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇരയുടെ അവകാശങ്ങൾ അത് എന്തൊക്കെയാവണം, അത് സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ സുപ്രീം കോടതിയുടേതടക്കം മാനദണ്ഡങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് തന്നെയായിരിക്കും കോടതി ഒരുപക്ഷെ നടപടികൾ എടുത്തുകൊണ്ട് പോവുക. എന്തായാലും അതിജീവിത ഇങ്ങനെയൊരു ആവശ്യം സമർപ്പിച്ചിരിക്കുന്നു. അത് വളരെ സജീവമായിട്ട് തന്നെ കോടതിയുടെ പരിഗണനയിലുണ്ട്. അവരുടെ ആവശ്യമാണോ അതോ നിലവിൽ നിൽക്കുന്ന ഈ നിയന്ത്രണങ്ങൾ, മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ അതനുസരിച്ച് കോടതി തീരുമാനമെടുക്കുമോ എന്നത് ഇന്ന് ഒരുപക്ഷെ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ തീരുമാനത്തിലേക്ക് എത്തിയേക്കാം. ശരി ഡാനി, ഒന്ന് തുടരണം. മറ്റു വാർത്ത